ഇന്ന് നമ്മൾ ബീഫാണ് കേട്ടോ തയ്യാറാക്കുന്നത്. 1 കിലോ ബീഫിലേക്കുള്ള സാധനങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മളിത് കുഴച്ചെടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ബീഫ് വേവാൻ ആവശ്യമായ വെള്ളം നമ്മൾ പാകത്തിന് ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ബീഫ് ആകുമ്പോഴേക്കും നമുക്ക് അതിലേക്കുള്ള മസാല തയ്യാറാക്കാം. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെ നോക്കാം. അപ്പോൾ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് അങ്ങനെ നമ്മൾ മസാല റെഡിയായി വന്നിട്ടുണ്ട്. ഒന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ മസാല പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതാ വേറെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളെ ബീഫ് ഇതാ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് തുറന്ന് നോക്കാം. നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള വെള്ളം പാകത്തിനായിട്ടുണ്ട്. നമ്മൾ ഈ തക്കാളി വരട്ടിയതിന് ശേഷം അതിലേക്ക് ആ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആ മസാല നല്ലതുപോലെ വരട്ടിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല വരട്ടിയെടുക്കണം. ഇതിന് ശേഷം ഇതോ നമ്മളൊരു ചെറിയൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആവശ്യമില്ല, എന്നാലും വേണമെന്നുള്ളവർക്ക് ചെയ്യാം. ഒരു 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പിലെടുത്ത് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ വരട്ടി വെച്ച ബീഫിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഇതിൻ്റെ സ്മെല്ല് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല വായിലൊക്കെ വെള്ളം വരുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് കാണാനും കഴിക്കാനും അതിയായ ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്യുക. ഞാനിത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയതാണ്. ഇത്രയും രുചിയായിട്ട് ഞാനിതുവരെ ബീഫ് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ കഴിച്ചവർക്ക് എല്ലാവർക്കും നല്ല കമൻറ്റാണ്. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാനിതുപോലെ തന്നെ യൂട്യൂബ് നോക്കിയിട്ട് കണ്ടത് തന്നെയാണ്. അതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കി ട്രൈ ചെയ്ത് എനിക്കിഷ്ടമായി. എല്ലാവർക്കും ഇഷ്ടമായി. കുറച്ചൊരു കുരുമുളക് കൂടുതലാണ്, എന്നാലും കുഴപ്പമില്ല. നല്ല ടേസ്റ്റ് ഉണ്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് കമൻറ്റ് അറിയിക്കാം കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും.